അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ. അതില് 2 ഡിജിറ്റ് നമ്പേഴ്സ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ഇനി പഠിക്കാനുള്ള എന്താ? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 3 ഡിജിറ്റ് നമ്പർ. ഓക്കെ, 3 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. എന്താ മുഹമ്മദ്, ഹോംവർക്കോ? ഹോംവർക്ക് ചെയ്തിട്ട് അയച്ചെന്നാ, ഞാൻ നോക്കിയില്ല തോന്നല്ലേ? നോക്കിയല്ലോ, രാവിലെ കുറച്ച് പേരുടെ ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ നമ്പർ ബൈ എ 3 ഡിജിറ്റ് നമ്പർ, നമുക്ക് 3 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമ്മൾ എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് 3 ഡിജിറ്റ് നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് മിസ് പറഞ്ഞുതരാം. For example, 254 into 125. 254നെ നമുക്ക് 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യും? 254നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125നെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 125നെ എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതും? 100 പ്ലസ് 20 പ്ലസ് 5. ഇതല്ലേ എക്സ്പാൻഡഡ് ഫോം ഒരു നമ്പറിന്റെ. 125നെ 100 പ്ലസ് 20 പ്ലസ് 5 കൊണ്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, അഡിഷൻ പഠിച്ചിട്ടുണ്ട്. ഓവർ അഡിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അതിൽ നമ്മൾ എന്താ ചെയ്യാം? ആഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയൊക്കെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ലാസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ ആഡ് ചെയ്യും, സമ്മ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. അതിന് നോട്ട് തന്നില്ലെന്ന് തോന്നുന്നല്ലേ? പ്രോപ്പർട്ടീസിന് 2 നോട്ടല്ലേ തന്നിട്ടുള്ളൂ അല്ലേ? പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവിന്റെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെയും നോട്ട് മാത്രമല്ലേ മിസ് തന്നിട്ടുള്ളൂ, ബാക്കി നോട്ട് തന്നില്ലല്ലോ. അത് തരാം കേട്ടോ. ഓക്കെ, അത് ബാക്കി 3 പ്രോപ്പർട്ടീസിന്റെ നോട്ട് മിസ് തരാം. അപ്പൊ നമുക്കിപ്പോ ചെയ്യേണ്ടത് 254നെ ആദ്യം നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 254നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 254 into 100. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യും, അടുത്ത നമ്പർ ആഡ് ചെയ്യും. അടുത്തത് 254നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്യും. ലാസ്റ്റ് 254നെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ബ്രാക്കറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. (254 plus 100 plus) അതുൽ എന്താ ചെയ്യുന്ന അവിടെ? 254 plus 20 plus 254 into 5. This is distributive property of multiplication over addition. അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ അഡീഷന്റെ കേസിൽ ചെയ്യുന്നേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 254നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരാ?
100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പ വഴി മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്പറിന്റെ കൂടെ 2 0 ഇട്ടാൽ മതി. 25400 that is 25,400 പ്ലസ് ഇനി 254നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? 0 അങ്ങ് മാറ്റി വെക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 0 ആഡ് ചെയ്യാം. 254നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 508 അല്ല 508 അല്ല, yes 508. 254നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 508 പ്ലസ് 254 സോറി 508 അല്ല, അതിന്റെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്യണം. 20ന്റെ ഒരു 0 മാറ്റി വെച്ചില്ലേ നമ്മള്, അപ്പോ 5080. ഇനി 254നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 5 20 0 remaining 2, 5 into 5 25 plus 2 27 remaining 2, 2 into 5 10, 10 plus 2 12. So 254 into 5 1270. ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ 0 0 0 0. 7 plus 8 15, 15 plus 0 15 plus 0 15, അതിന് 5 എഴുതി, റിമൈനിങ് 1 ഉണ്ട്. 2 plus 1 3, 3 plus 0 3, 3 plus 0 3, 3 plus 4 7. ഇനി 1 plus 5 6, 6 plus 5 11, 11 1 എഴുതി, റിമൈനിങ് 1 ഉണ്ട്. ലാസ്റ്റ് 2 plus 1 3. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെയാ കിട്ടിയെന്ന് ഒന്നും മനസ്സിലായില്ല? ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്തത് മനസ്സിലായോ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തത് മനസ്സിലായോ? എങ്ങനെയാണ് പ്രോപ്പർട്ടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് മനസ്സിലായോ? ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം അല്ലേ? ആഡ് ചെയ്യുമ്പോ 25,400 plus 5,080 plus 1,270. ഇനി ആഡ് ചെയ്യുമ്പോൾ 0, 8 plus 7 15, remaining 1, 4 plus 2 6, 6 plus 1 7, 5 plus 1 5 plus 5 10, 10 plus 1 11, remaining 1, 3 2 plus 1 3. So 31,750. ആൻസർ കിട്ടിയത് മനസ്സിലായോ? മനസ്സിലായോ? ഒന്നും കൂടി ചെയ്ത് നോക്കാം, ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഓക്കെ, $420 into 250. എന്താ മുഹമ്മദ്? ആ 254. അതിന്റെ പുറം 125. അന്നേരം അത് രണ്ടും ആദ്യം അങ്ങനെ 200 എത്ര 254. അത് ആദ്യം 100 എഴുതി, പിന്നെ 20 എഴുതി, പിന്നെ 5 എഴുതി. അന്നേരം അതേ കണക്ക് 125 ചെയ്യണ്ടേ? വേണ്ട, ഒന്ന് ചെയ്താ മതി. അന്നേരം രണ്ടിന്റെ ആൻസറും അങ്ങനെ വരോ? രണ്ടിന്റെ ആൻസർ മിസ് പറഞ്ഞുതരാം.
ഇതിപ്പോ നമ്മള് വേറൊരു എക്സാമ്പിൾ എടുത്തു. ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റ്, ഏഞ്ചലിന് എന്തോ പറയാനുണ്ട്. എന്താ ഏഞ്ചൽ? മിസ്, ഞാൻ കുറച്ചു മുമ്പേ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട്. മിസ് എന്താ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. മൾട്ടിപ്ലിക്കേഷനാ പറയുന്നേ. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കേ, അപ്പൊ മനസ്സിലാവും. നമ്മള് 420യെ 250 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ മുഹമ്മദ് പറഞ്ഞതുപോലെ രണ്ട് നമ്പറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി എന്ന് വിചാരിക്കാം. അവൻ അതാ ചോദിച്ചേ. ഞാൻ നേരത്തെ ഒരു നമ്പറിനെ മാത്രമല്ലേ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ടുള്ളൂ. രണ്ട് നമ്പറിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നു വിചാരിച്ചോ. 400 + 20 into 200 + 50. This is the expanded form of these two numbers. അല്ലേ? ഈ രണ്ട് നമ്പറിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി എങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിന് രണ്ടിനെയും ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയുള്ള കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും. അതായത് ഈ 400നെ ആദ്യം 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഈ 400നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം 20യെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 20യെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പൊ രണ്ടിനെയും നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയാല് ഒരുപാട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലേ? അതിന് പകരമാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. 420 ഒരു നമ്പറിനെ, ആ പ്രോപ്പർട്ടി ഓർമ്മയുണ്ടോ? നിങ്ങൾ പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 92 ഒന്ന് എടുത്തേ ടെക്സ്റ്റിനകത്ത്. പേജ് നമ്പർ 92. അതിനകത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി കണ്ടോ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ. മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നല്ലേ, അല്ലേ? എങ്ങനെയാ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ? ഫസ്റ്റ് നമ്പറിനെ ദാ, ദിസ് ഈസ് ദി ഫസ്റ്റ് നമ്പർ, this is the first number and this is second number, this is third number. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പറിനെ ആദ്യം സെക്കൻഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യും? ഫസ്റ്റ് നമ്പറിനെ തേർഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ ആഡ് ചെയ്യും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. ഇവിടെ അത് തന്നെ ചെയ്യുന്നുള്ളൂ. നമ്മളെ 3 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു നമ്പറിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നു. ഒരു നമ്പറിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ ഈ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയ ഈ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് എന്താ നമുക്ക് ചെയ്യണ്ടേ? 420യെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 420യെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാ 420 ഇൻറ്റു? ദാറ്റ് ഈസ് ഈക്വൽ ടു 420 ഇൻറ്റു 200. അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യും? ഈ 200 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ആ പ്ലസ് സൈൻ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ എന്താ നമുക്ക് ചെയ്യണ്ടേ? 420യെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 420യെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന പ്രൊഡക്റ്റ് ആദ്യത്തെ പ്രൊഡക്റ്റിനോട് കൂടി ആഡ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ 420യെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 420 ഇൻറ്റു 200. സീറോസ് വരുന്ന നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിസൺ കെയർഫുള്ളി. 420 ഇൻറ്റു 200 ഇതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. 420 ഇൻറ്റു 200. ഇതില് 420യിൽ ഒരു 0 ഉണ്ട്. 420യിൽ ഒരു 0 ഉണ്ട്.
200-ൽ 2 സീറോസ് ഉണ്ട്. ടോട്ടൽ 3 സീറോസ് ഉണ്ടല്ലോ. ടോട്ടൽ 3 സീറോസ് ഉണ്ടല്ലോ. ആ 3 സീറോസ് അങ്ങ് മാറ്റി വെക്കാം. 3 സീറോസ് അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കി ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 42 ഇൻറ്റു 42 ഇൻറ്റു 2 ഉണ്ട് അല്ലേ? സീറോസ് നമ്മൾ മാറ്റി വെച്ചു. ബാക്കി 42 ഇൻറ്റു 2 ചെയ്യാം. 42 ഇൻറ്റു 2 എത്രയാ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പൊ 42 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 84. ഇനി നമ്മൾ മാറ്റി വെച്ച 3 സീറോസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ 2 സീറോ ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന 84നോട് കൂടി 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ സീറോസ് ഉള്ള നമ്പേഴ്സ് തമ്മിൽ, വലിയ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ സീറോസ് ഒക്കെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. സീറോസ് ഒക്കെ അങ്ങ് മാറ്റി വെക്കുക. എത്ര സീറോസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ആ സീറോസ് ഒക്കെ അങ്ങ് ഒഴിവാക്കി ബാക്കിയുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ, ഒരു പ്രൊഡക്റ്റ് കിട്ടൂലേ? ആ പ്രൊഡക്റ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒഴിവാക്കി വെച്ച, മാറ്റി വെച്ച സീറോസ് ഇല്ലേ, അത്രയും സീറോസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ആൻസർ ആവും. അതാണ് സീറോസ് 10-ന്റെയും 100-ന്റെയും 1000-ന്റെയും മൾട്ടിപ്പിൾസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പ വഴി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 420 ഇൻറ്റു 200 എന്നുള്ളത് നമുക്ക് എത്ര കിട്ടി? ഇറ്റ്സ് ഈക്വൽ ടു 84,000 പ്ലസ് ഇനി നമുക്ക് 420 ഇൻറ്റു 50 ചെയ്യണല്ലോ. എത്ര ചെയ്യണ്ടേ? 420 ഇൻറ്റു 50. ഇതിനകത്തും 2 സീറോസ് ഉണ്ട്. ഇതിനകത്തും 50-ൽ ഒരു സീറോ ഉണ്ട്, 420-ലും ഒരു സീറോ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ സീറോസ് അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഈ 42-ഉം 5-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 42-ഉം 5-ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 2 ഇൻറ്റു 5 10-ന് 0, റിമൈനിങ് 1, 4 ഇൻറ്റു 5 20, 20 പ്ലസ് 1 21. So 42 into 5 is 210. ഇനി നമ്മൾ മാറ്റി വെച്ച് ബാക്കി 2 സീറോസ് ഉണ്ടല്ലോ, ആ 2 സീറോസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 420 into 50 is equal to 21,000 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. എത്രയാ? 84,000-ഉം 21,000-ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? എത്ര കിട്ടും? വെയിറ്റ്, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ആഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. 84,000 plus 21,000. 0, 0, 0, 4 plus 1 5, 8 plus 2 10. നമുക്ക് എത്ര ആൻസർ കിട്ടി? 1,05,000. എത്ര കിട്ടി ആഡ് ചെയ്യുമ്പോ? 1,05,000. ഇപ്പൊ മനസ്സിലായോ 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ ഇതേ രീതിയിൽ നിങ്ങള്, ഞാൻ 2 ക്വസ്റ്റ്യൻ തരാം, അതൊന്ന് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ വേണ്ട,
നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട് എക്സസൈസ് 3.2 പേജ് നമ്പർ 95. എന്താ മുഹമ്മദ്? അന്നേരം മിസ് രണ്ട് രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ഏത് രീതിയിൽ? ആദ്യം ഒന്ന് കാണിച്ചു തന്നെ, പിന്നെ ഇപ്പൊ ഒന്ന് കാണിച്ചു തന്നില്ലേ? മിസ് ആദ്യം ഒരു ഇത് കാണിച്ചു തന്നിട്ടില്ലേ? അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. അത് രണ്ടും ഒന്ന് തന്നെയാ? അത് രണ്ടും ഒന്ന് തന്നെ. അത് നിനക്ക് വേറെ വേറെ തോന്നിയാ? ബാക്കി എല്ലാവർക്കും ഒന്നായിട്ട് തന്നെയല്ലേ തോന്നിയേ? അല്ലേ? അത് നിനക്ക് മാത്രം വേറെ വേറെ തോന്നിയത്? ആ രണ്ടും ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്പേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ എക്സസൈസ് 3.2 ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കിയേ. പേജ് നമ്പർ 95. പേജ് നമ്പർ 95. എത്ര ക്വസ്റ്റ്യൻ? 534. Okay, wait. $534 into 127. ഇതെങ്ങനെ ചെയ്യാം? 534 into 127. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 534നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 127 എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 127 എക്സ്പാൻഡ് ചെയ്താൽ 100 പ്ലസ് 20 പ്ലസ് 7. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് നമ്മൾ 534നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യണ്ടേ? 534നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യാം. 20 again ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യണം? 534നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം. ഇനി 534നെ 100 കൊണ്ട് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 100ൽ 2 സീറോ ഉണ്ടല്ലോ, ആ സീറോ അങ്ങ് മാറ്റി വെച്ചു. സീറോ അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കി എത്രയുണ്ട്? 534 into 1. 534നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ the product is the number itself. ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ പ്രൊഡക്റ്റ്. അപ്പോൾ 534നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 534. ഇനി നമ്മൾ മാറ്റി വെച്ച 100ൽ മാറ്റി വെച്ച 2 സീറോസ് ഉണ്ട്. ആ 2 സീറോസും കൂടി ആഡ് ചെയ്തു. ഇനി എന്താ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 534നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20ൽ ഒരു സീറോ ഉണ്ട്. ആ സീറോ അങ്ങ് മാറ്റി വെക്കുക. ബാക്കി എത്രയുണ്ട്? 534 into 2 ഉണ്ട് അല്ലേ? 534നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 534നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 2 8. എങ്ങനെ 4 into 2 വന്നേ? വൺസിന്റെ പ്ലേസിലുള്ളതല്ലേ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 4 into 2 8. നെക്സ്റ്റ് ടെൻസിന്റെ പ്ലേസിലുള്ളത് 3 into 2 6. ലാസ്റ്റ് 100ന്റെ പ്ലേസിലുള്ള 5 into 2 10. 534 into 2 1068 എന്ന് കിട്ടി. ഇനി നമ്മൾ 20ന്റെ മാറ്റി വെച്ച ഒരു സീറോ ഉണ്ടല്ലോ, ആ സീറോ കൂടി ആഡ് ചെയ്യാം. അപ്പൊ 534 into 20 10,680 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിനോടുകൂടി എന്താ ആഡ് ചെയ്യണം? 534നെ
7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണം. 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണല്ലോ, വേണ്ടേ? 534 into 7. 4 into 7, 28. Remaining 2. 3 into 7, 21. 21 plus 2, 23. Remaining again 2. 5 into 7, 35. 35 plus 2, 37. അപ്പോൾ എത്ര കിട്ടി? 534 into 7 into 7 എത്ര കിട്ടിയേ? 3738 കിട്ടി. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഏതൊക്കെ ആഡ് ചെയ്യണം? 53,400 10,680 3,738 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി എങ്ങനെ ആഡ് ചെയ്യോ? നമ്മൾ എഴുതിയിട്ട് ആഡ് ചെയ്യോ, മനസ്സിൽ മൈൻഡിൽ കണക്കൂട്ടിട്ട് ആഡ് ചെയ്യോ? എങ്ങനെ ആഡ് ചെയ്യും? എഴുതിയിട്ട് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? മൈൻഡിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ, കിട്ടൂലല്ലോ. ഓക്കെ, 53,400 plus 10,680 plus 3,738. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ 0 plus 0 plus 8, 8. 8 plus 3, 11, 1, remaining 1. 4 plus 6, 10. 10 plus 7, 17. 17 plus 1, 18. Again remaining 1. 3 plus 3, 6. 6 plus 1, 7. 5 plus 1, 6. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 67,818 ആൻസർ കിട്ടി. എത്രയാ? 67,818. മനസ്സിലായോ ചെയ്തത്? ഇത് ചെയ്തത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ ടൈം തീരാറായി. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ഇപ്പൊ ചെയ്ത എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ, അതിലെ അടുത്ത 3 എണ്ണം കൂടി ചെയ്തു. അതായത് 2, 3, 4 ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഇതേ മെത്തേഡില് ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചു തന്നില്ലേ, ഇപ്പൊ ഈ എഴുതിയില്ലേ, ഇതേപോലെ അടുത്ത 3 എണ്ണതാ. ഇത്രയും സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എഴുതുമ്പോ ആൻസർ എഴുതുമ്പോ ഇത്രയും സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അടുത്ത 3 എണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. 3 എണ്ണം മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പ് ഒക്കെ ഫോളോ ചെയ്തിട്ട് എക്സസൈസ് 3.2 എ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ 340 into 174, next 375 into 249, 105 into 610. ഇത് 3 എണ്ണം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബൈ.